താങ്ക് യു സാർ. അഭിപ്രായങ്ങളുണ്ടോ? നിങ്ങൾ മതമാറ്റം വന്നതല്ലേ? അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? മതപരിവർത്തനമല്ലേ എന്ന് പറഞ്ഞാൽ രാജേശ്വരൻ പറഞ്ഞതുപോലെ ഉള്ള മറുപടി നൽകാം. ശിവസരി. ഒരാൾക്ക് ഇഷ്ടമല്ല ഒരിക്കലും ഒരാളെ മതമാറ്റം ചെയ്യാൻ സാധ്യതയുണ്ട്. സാധ്യമല്ലാതെ പറയും. പക്ഷെ നമ്മൾ എങ്ങനെ പറയും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചില സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ആളുകൾ ആക്രോശിച്ച് വരുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മൾ പേടിച്ച് വിറച്ച് ഭയന്ന് അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? ആളുകൾ കണ്ടവിടെ കൈയടിക്കും, കാൽ മുട്ടിട്ട് വിറച്ച് പേടിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ മതം മാറണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മതം മാറുമോ? സാധിക്കും. ശരി. ചോദിക്കാം. നമ്മള് 5 മിനിറ്റാണ് സംസാരിക്കുന്നത്. ഈ 5 മിനിറ്റോട് സംസാരിച്ചത് നിങ്ങളുടെ മതം മാറിയിട്ടുള്ള ശരിയാണ്. അതല്ല പോയിന്റുകളാണ് നിങ്ങൾ പറയുന്നത്, ഷെയർ ചെയ്യുന്നത്. നല്ല കാര്യമാണ്. എല്ലാവർക്കും നന്ദിയുണ്ട്. പക്ഷെ നമുക്കിത് എങ്ങനെ അവതരിപ്പിക്കാൻ സാധിക്കും? മനസ്സിൽ പിടിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കൊരു വാക്യം നോക്കാം. സുഭാഷിതങ്ങൾ 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം 22 വായിക്കാം. സുഭാഷിതങ്ങൾ 3-ന്റെ 21, 22 വാക്യങ്ങൾ എടുത്തൊരാൾക്ക് വായിക്കാം. സുഭാഷിതങ്ങൾ 3-ന്റെ 21, 22. ശരി. മകനെ അവയിൽ നിന്ന് കണ്ടെടുക്കരുത്. ജ്ഞാനവും ചിന്താശേഷിയും കാത്തു സൂക്ഷിക്കുക. അവ നിനക്ക് ജീവൻ നൽകും. അവ നിന്റെ കഴുത്തിന് ഒരു അലങ്കാരമായിരിക്കും. ശരിയാണ്. അപ്പൊ ഇവിടെ നമ്മള് ജ്ഞാനവും ചിന്താശേഷി ഉപയോഗിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ജ്ഞാനപൂർവ്വം ചിന്താശേഷി ഉപയോഗിച്ചുകൊണ്ട് മറുപടി പറയാനായിട്ടുണ്ട്. അതിന് വരയ്ക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിവിടെ യഹോവയുണ്ട്, യേശുക്രിസ്തുവുണ്ട്, ദൂതന്മാരുണ്ട്. അതൊരു പേടിയുടെ ഒരു ശകലം പോലും നമുക്കില്ല. അതേസമയം ജാഗ്രതയോടെ വിവേകത്തോടെ നമ്മൾ കാര്യം അവതരിപ്പിക്കേണ്ടതുണ്ട്. നമുക്കിത് എങ്ങനെ അവതരിപ്പിക്കാൻ സാധിക്കും? നമുക്കിത് ഒരു പ്രകടനം നമുക്കിപ്പോൾ നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. ഒരു പ്രചാരകൻ അദ്ദേഹം വീടുതോറുള്ള വേലയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ പേര് ജോഷി. ഞാൻ ഇവിടെ കൊട്ടിയക്കരയിലാണ്. ഏത് വിഭാഗത്തിലോട്ടാണോ? യഹോവയുടെ സാക്ഷി. നിങ്ങളെ ഞാൻ കാണുമ്പോൾ ഇരിക്കുകയായിരുന്നു. നിങ്ങളെ രണ്ട് കാര്യം കണ്ടുപിടിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ഈ ഏരിയയിലെല്ലാം മതപരിവർത്തനം നിങ്ങളുടെ നടക്കണം. അത് നിങ്ങളെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞങ്ങൾക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഞങ്ങളുടെ നിയമപ്രകാരം വിശ്വാസം പ്രചരിപ്പിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സംസാരിക്കാനുള്ള അധികാരം ഗവൺമെന്റ് തന്നിട്ടുണ്ട്. ഞാൻ കാണുമല്ലോ വീഡിയോ എടുത്ത് ക്വസ്റ്റ്യൻ ഇപ്പൊ ഞാൻ വീട്ടിൽ അവസാനിക്കുന്നുള്ള നമുക്കിപ്പോൾ മനസ്സിലായല്ലേ? അപ്പൊ സവൻ അവതരിപ്പിച്ചു. പക്ഷെ അത് കുറച്ച് പരുഷമായി അത് തർക്കിക്കുന്ന രീതിയിലേക്ക് പോയി. അവസാനം സവൻ വീഡിയോ എടുക്കാൻ പറയുന്നത് നമ്മൾ കാണും. ഈ രീതിയിൽ ആണോ? ഇത് നല്ല രീതിയാണോ? മറ്റൊരു അവസരം കൂടെ സവറിന് കൊടുക്കാം. സവൻ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? അംഗീകരിക്കാൻ പറ്റുന്ന ഞാൻ കൊട്ടിക്കലിൽ നടന്നത്. അപ്പോ ഒരു സന്തോഷകരമായ ജീവിതത്തിനൊക്കെ പറഞ്ഞ് പാലും സവനാണ്. ഞങ്ങളെ യഹോവയുടെ സാക്ഷികൾ. നിങ്ങളെ കാണുന്നോണ്ടിരിക്കുകയാണ്. നിങ്ങളെ കാലൊക്കെ തല്ലി പിടിക്കണമെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നിങ്ങൾ ഈ സ്ഥലത്തൊക്കെ മതപരിവർത്തനം നടത്തുന്നില്ലേ? നിങ്ങളുടെ അധികാരം നിങ്ങൾക്കാരാണ്. നിങ്ങള് തെറ്റിദ്ധരിച്ചും തോന്നുന്നു. ഞങ്ങൾ മതപരിവർത്തനം നടത്തുന്നതല്ല. ഇനി ഒരല്പസമയം നിങ്ങളുമായിട്ട് ഞാൻ സംസാരിച്ചത് കൊണ്ട് നിങ്ങൾ ഉടനെ തന്നെ എന്റെ പദത്തിലേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് നടക്കുന്ന കാര്യമില്ല. മൂന്നാമത്തെ സംഗതികളുണ്ട്. ദൈവവും യേശുവും മതപരിവർത്തനം ഇഷ്ടപ്പെടുന്നില്ല. പിന്നെന്തിനാണ് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കയറി അന്യവാസത്തിന്റെ വീഡിയോ കയറി? ഞാൻ വന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്ന് ജാതി, മതം, വർഗം, ദേശം, ഭാഷ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും കഷ്ടപ്പാടുകളും വേദനയിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഈ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം, അതിനെ സംബന്ധിച്ച് അല്പസമയം അവരുമായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോകാം.